أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب. صدق الله مولانا العلي العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെ ആരോഗ്യത്തോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്തമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു ഭക്ഷണ സംബന്ധിയായി ഏതൊക്കെ ഭക്ഷണങ്ങളാണ് മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായത് എന്ന് സൂചിപ്പിക്കാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്ത് നമുക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. ഭക്ഷണങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഭക്ഷണം ഏതൊക്കെ വേണം വേണ്ട എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. സമീപകാലത്തുണ്ടായ കുറെ വിവാദങ്ങളെയും കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ആയത്ത് നിങ്ങൾക്ക് മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. ഹലാൽ ഫുഡ് എന്ന പേരിൽ വലിയ വിവാദങ്ങൾ ലോകത്ത് തന്നെയും നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചതും നേരത്തെ മനസ്സിലാക്കിയതും പോലെയല്ല. ഇതു സംബന്ധമായിട്ടുള്ള വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ പക്ഷത്ത് നിന്ന് കേവലം ഒരു ഹലാൽ എന്നതിനെ മാത്രം സംസാരിക്കുകയല്ല, മറിച്ച് ഹലാൽ എന്ന് പറയുന്നത് ഒരു ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല. ഹലാൽ എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ചില പദങ്ങൾ പോയി അത് തേഞ്ഞ് ചില പ്രത്യേക വിഷയങ്ങളെ മാത്രം ഉദ്ദേശിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറാറുണ്ട്. ഹലാൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതും മനസ്സിലാക്കുന്നതും അത് അറുക്കപ്പെട്ട മാംസത്തിനാണ് ഹലാൽ എന്ന് പറയുന്നത് എന്നാണ്. സുന്നത്ത് എന്ന് കേൾക്കുമ്പോഴും നമുക്ക് അങ്ങനെ ചിലത് തോന്നാറുണ്ട്. സാധാരണ സർക്കംസെഷൻ അഥവാ ഈ ലിംഗച്ഛേദം അത് മുറിച്ചു കളയുന്നതിന്, ലിംഗാഗ്രം ഛേദം ചെയ്യുന്നതിന്, മുറിച്ചു കളയുന്നതിന് അതിനുപയോഗിക്കുന്ന ഒരു പ്രത്യേക പദമായി സുന്നത്ത് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. സത്യത്തിൽ സുന്നത്തായാലും ഹലാലായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ഇസ്ലാമിൻ്റെ സാങ്കേതികമായ അർത്ഥത്തിൽ അത് രണ്ടും ഒരു സംസ്കാരത്തിൻ്റെ സൂക്ഷ്മതയുടെ, നന്മയുടെ ഒക്കെ പേരാണ്. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും കൃത്യമായി സത്യസന്ധമായ ഒരു നന്മയുണ്ടാകണം എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഭക്ഷണത്തിൻ്റെ കഥയിൽ മാത്രമല്ല, മറിച്ച് ജീവിതത്തിൻ്റെ എല്ലായിടത്തും ആ സൂക്ഷ്മത പ്രധാനമാണ്. എവിടെയെല്ലാം നമ്മുടെ ജീവിതത്തെ, അവിടെയെല്ലാം നമുക്ക് ഹലാൽ എന്ന് പറയുന്നത് അനുവദനീയമായത് ചെയ്യുക എന്നതാണ്. അനുവദനീയമായത് പോലും എത്ര അളവിൽ ചെയ്യണം എന്നതിനെക്കുറിച്ച് പോലും അല്ലാഹുവിൻ്റെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ അനുവദനീയമായ കാര്യങ്ങളും ഒരേ അളവിൽ തന്നെ ചെയ്യാൻ സാധ്യമല്ല. ചില കാര്യങ്ങളിൽ അതിൻ്റെ കൃത്യമായ മിതത്വം പാലിക്കുക എന്നതും പ്രധാനമാണ്. അതുകൊണ്ടാണ് ഖുർആൻ കുലൂ വശ്റബൂ വലാ തുസ്രിഫു എന്ന് അല്ലാഹു പറയുന്നത്.
കുലു നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്നാണ്, വസ്റബു നിങ്ങൾ കുടിക്കുകയും ചെയ്യുക എന്നാണ്. പക്ഷേ അതിനോടൊപ്പം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാകരുത് എന്ന്. നിങ്ങൾ അമിതമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു അത്തരത്തിൽ അമിതമായി ഭക്ഷിക്കുകയും അമിതമായി കുടിക്കുകയും അമിതമായി എന്തു പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാത്തിൻ്റെയും ഒരു മിതത്വം എന്നതിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഭക്ഷണ കാര്യത്തിൽ മാത്രമായി അല്ല ഇത് സൂചിപ്പിക്കേണ്ടത്, മറിച്ച് ജീവിതത്തിൽ എല്ലായ്പ്പോഴും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശീലം തന്നെ മിതത്വമാണ്. നമസ്കാരത്തിലും സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നതിലും ഇബാദത്തിലും എല്ലാം മിതത്വം എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ നിരന്തരം നമസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, മറ്റെല്ലാ വിഷയങ്ങളിൽ നിന്നും വിരക്തമായി ഒരാൾ നമസ്കരിക്കുന്നു എന്നത് അത്രമേൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരിക്കൽ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മറ്റൊരു സഹോദരിയെ കുറിച്ച് പ്രവാചകനോട് ഉണർത്തുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണർത്തുന്നത് ഖൗല എന്ന ഒരു സഹോദരിയെ കുറിച്ചാണ്. അവരുടെ പ്രശ്നം ഖൗല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യന്റെ ഭാര്യയാണ്, മഹാനായ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയാണ്. പക്ഷെ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത ഖൗല തന്നെ വിഷാദപൂർവം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയോട് പറഞ്ഞത് ഇത്ര മാത്രമാണ്: എൻ്റെ ഭർത്താവ് വളരെയേറെ ആരാധനാനിമഗ്നമായി ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരിക്കലും മറ്റൊരു ഓർമ്മയുമില്ല, മറ്റു ചിന്തകളില്ല, മറ്റു ഭൗതികമായ താല്പര്യങ്ങളില്ല. നിരന്തരം നിദ്രാവിഹീനമായ രാവുകൾ, എപ്പോഴും പള്ളിയുമായി മാത്രം ബന്ധം, അങ്ങനെ ജീവിതം മുഴുക്കെ അള്ളാഹുവിനിലേക്ക് സമർപ്പിതമായ ഒരു മനസ്സോടെ ജീവിക്കുന്ന ഒരാൾ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അത് പറയുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഖൗല ആയിഷയോട് പറയാതെ പറയുന്ന ഒരു കാര്യമാണ്: എൻ്റെ ഭർത്താവ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ മാത്രം ജീവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് പോലും ഓർക്കുന്നില്ലെന്നർത്ഥം. എൻ്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം വരുന്നില്ല, എൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം അറിയുന്നു പോലുമില്ല. സമ്പൂർണമായി ഏകാഗ്രമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ചുള്ള ഓർമ്മകളിലാണ്. ഇത് പറയുമ്പോൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അത് വെറുതെ അങ്ങ് കേൾക്കുകയല്ല ചെയ്തത്, അതിന്റെ ആന്തരികമായ മറ്റൊരു അർത്ഥത്തിലേക്ക് അവർ പോയി. മറ്റൊന്നുമല്ല, ഖൗലക്ക് ഭർത്താവിൻ്റെതായി കിട്ടേണ്ട, അവരിൽ നിന്ന് അവർ രണ്ടുപേരും തമ്മിൽ ചേർന്നു നിൽക്കേണ്ടി വരുന്ന ചില സമയങ്ങളെ കുറിച്ചൊന്നും വേണ്ടമേൽ ബോധവാനല്ല തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നാണ് ഖൗല സൂചിപ്പിച്ചത് എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നിക്ക് മനസ്സിലായത്. അങ്ങനെ മനസ്സിലാക്കാൻ മാത്രം ഉദാത്തമായ ബൗദ്ധിക ശേഷി, ബുദ്ധി മഹദി അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്നിട്ട് ഉസ്മാനോട് ചോദിച്ചു, അല്ല, എല്ലായ്പ്പോഴും അള്ളാഹുവിലേക്കുള്ള ഓർമ്മകളിൽ തന്നെ നിലനിൽക്കുക എന്ന ഒരു വിശ്വാസിയുടെ ധർമ്മം മാത്രമാണ് ഉസ്മാൻ ചെയ്യുന്നത്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ, നിന്റെ കണ്ണുകളോട് നിനക്ക് ചില ബാധ്യതയുണ്ട്. നിന്റെ രാവുകൾ നിദ്രാവിഹീനമാക്കുമ്പോൾ നിന്റെ ആരോഗ്യം എന്നത് പ്രധാനമാണ്. ആ ആരോഗ്യം നീ അവഗണിക്കുന്നു എന്ന് വരുമ്പോഴുണ്ടാകുന്നത് നിന്റെ ബാധ്യതയോട് നീ ചെയ്യുന്ന ഒരു വലിയ അർത്ഥത്തിൽ അക്രമമാണ്. നിന്റെ ഭാര്യയോട് ചില ബാധ്യതയുണ്ട്, നിന്റെ ജീവിതത്തോട് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഉസ്മാൻ, ആ രീതിയിൽ തന്നെയാകണം നീ ജീവിക്കേണ്ടത്. എല്ലാത്തിനും മിതത്വമാണ് നിനക്ക് പ്രധാനമായി വേണ്ടത് എന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്തൊരു സംസ്കാരമാണ് പുണ്യനബി നമ്മളെ പഠിപ്പിച്ചു തരുന്നതെന്ന് ഓർക്കണം. ആരാധനയിൽ മാത്രം വ്യാപൃതമാവുക എന്ന് പറയുന്നതിന് എത്ര നല്ല കാര്യമെന്ന് ചിന്തിക്കുമ്പോഴാണ്, അങ്ങനെ ചിന്തിച്ച സ്വഹാബത്തിന്റെ മുമ്പിലാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അങ്ങനെ മാത്രമായി ജീവിക്കാൻ കഴിയില്ല. ഒരാൾക്ക് മനുഷ്യൻ എന്ന നിലയിൽ അയാളുടെ സാമൂഹിക ധർമ്മമുണ്ട്, അയാളുടെ കൗടുംബികമായ ധർമ്മമുണ്ട്. ആ ധർമ്മങ്ങളെ നിർവഹിക്കുന്നിടത്ത് അത് വേണ്ട പോലെ നിർവഹിക്കാതെ ഒരാൾ എല്ലാത്തിൽ നിന്നും വിരക്തമായി ജീവിക്കുക എന്ന് പറയുന്നതിനെ ഒരിക്കലും ഇസ്ലാമികമായി കാണാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറാകുന്നില്ല. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനായ സൂഫി വര്യൻ കൂടി എന്ന് പറയാവുന്ന വിധം ജീവിച്ച ഒരാളാണ്. പക്ഷെ ഉസ്മാനോട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൂടി പറഞ്ഞു, അത്ര താല്പര്യമില്ലെങ്കിൽ ഉസ്മാൻ, നീ നാളെ എന്റെ ഹൗദിന്റെ മുമ്പിൽ വരുമ്പോ
നിന്റെ മുഖം തിരിച്ചു കളയപ്പെടട്ടെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക പോലും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നതാണ് എന്റെ ചര്യ. മൻ റഗിബ അൻ സുന്നത്തി, എന്റെ ഈ വിശുദ്ധമായ ചര്യയിൽ നിന്ന് ആരെങ്കിലും വിമുഖമായാൽ നാളെ എന്റെ വിശുദ്ധമായ ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ വരുമ്പോ അവൻ അങ്ങനെ വിമുഖമായി നിൽക്കേണ്ട ഒരു അവസ്ഥ വരട്ടെ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. ഉസ്മാൻ മഹാനായ പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിൽ എത്തുമ്പോൾ ജന്നത്തുൽ ബഖീൽ ആദ്യമായി ഖബറടക്കപ്പെട്ട ഒരു തിരുജീവിതവും കൂടിയാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റേത്. മോശക്കാരനായതുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് എല്ലാത്തിന്റെയും മിതത്വമാണ് പ്രധാനം. പിറ്റേ ദിവസം വന്നു ഖൗല, സന്തോഷവതിയായി പ്രസന്നവതിയായി ഖദീജയെ സമീപിച്ചപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞു, അല്ല ഖൗല, ഇപ്പോ സന്തോഷമുണ്ടില്ലേ? അതിന്റെ അർത്ഥം ഇപ്പോ ഉസ്മാൻ നേരത്തെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം സ്വീകരിച്ചതുകൊണ്ട് അതിൻ്റെതായ സ്വഭാവ മാറ്റങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊനിൽ ഉണ്ടായി എന്ന് ഖൗലക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ എന്നായിരുന്നു സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും മിതത്വം പ്രധാനമാണ്. എല്ലാത്തിലും മിതത്വം, എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഇവിടെയും പറഞ്ഞു, കുലൂ വശ്റബൂ വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങൾ കുടിക്കുകയും ചെയ്യണം, പക്ഷേ നിങ്ങൾ മിതത്വം ശീലിക്കണം. മിതത്വം ശീലിക്കണം, എല്ലാത്തിലും മിതത്വം. ഞാനൊരു കഥ പറയാം. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ അല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, മദീനയിൽ ആകെ ഒരു ഇറച്ചിക്കട മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇറച്ചിക്കടയുടെ കഥയൊക്കെ പറഞ്ഞാൽ നമുക്കാർക്കും ഈ പ്രസംഗം നടത്താൻ എനിക്ക് തന്നെയും യോഗ്യതയില്ല എന്ന് 100% ഞാൻ മനസ്സിലാക്കിയിട്ട് പറയാം. അതായത് നിരന്തരം ഇതിന്റെയൊക്കെ പിന്നാലെ ഓടുകയാണ് പലരും. ഇറച്ചിക്കട ഒരു മുസ്ലിം ഏരിയ എന്ന് പറഞ്ഞാൽ, ഒരു പോപ്പുലേറ്റഡ് മുസ്ലിം ഏരിയ ആണെങ്കിൽ അവിടെ കൂടുതൽ ഇറച്ചിക്കട ഉണ്ടാകും എന്ന് സാരം. ഈ അവസ്ഥയിലാണ് സയ്യിദുന ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ കഥക്ക് അതിമനോഹരമായ ഒരു ഭാവം നമ്മൾ കാണേണ്ടത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന ഉമർ യഅതി മജ്സറത സുബൈർ ബിൻ അൽ-അവാം, സുബൈർ ബിൻ അൽ-അവാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ മാംസക്കടയുടെ മുമ്പിൽ ചെല്ലും. റഹിമഹുല്ലാഹ് ബിൽ ബഖീഇ, അത് ബഖീലാണ്, മദീനയിലെ ബഖീൽ. വലം യകുൻ ബിൽ മദീനത്തി മജ്സറത്തുൻ ഗൈറുഹാ, ഇതല്ലാത്ത ഒരു മാംസ വിൽപ്പനശാല അവിടെ ഉണ്ടായിട്ടേ ഇല്ല. അതായത് മദീനയിൽ ആകപ്പാടെ ഉള്ള ഒരു സ്ഥലം അതാണ്. അവിടെ ചെന്ന് ഒരു വടിയും പിടിച്ച് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നിൽക്കും. എന്നിട്ട് ആളുകളെ നിരീക്ഷിക്കും. വരുന്ന ആളുകൾ എപ്പോഴൊക്കെ വരുന്നു എന്ന് നോക്കും. എന്നിട്ട് എല്ലാ ദിവസവും ഒരേ ആളുകൾ തന്നെ വരുന്നു എന്ന് വന്നാൽ വിശദീകരണം ചോദിക്കും ഉമർ. എന്തിനാ, നീ ഇന്നലെ വാങ്ങിയിരുന്നല്ലോ, ഇന്നും നീ വാങ്ങുകയാണ്? അങ്ങനെ ചോദിക്കും സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് അതിന്റെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ, ഖലീഫയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ, ഒരിക്കൽ അയാൾ വന്നപ്പോ എന്തേ നീ ഇന്ന് വാങ്ങാൻ? അപ്പൊ പറഞ്ഞു, എന്റെ ഇന്ന കുടുംബത്തിലേക്ക് കൊടുക്കാനാണ്. ഓക്കെ. പിന്നെ വന്നപ്പോഴും പറഞ്ഞു അത് ഇന്ന കുടുംബത്തിലേക്ക് കൊടുക്കാനാണ്. അതും ശരിവച്ചു. പിന്നെയും വരാൻ തുടങ്ങിയപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വടി കയ്യിലെടുത്തു, അടിച്ചോടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് എപ്പോഴും പാടില്ലാത്ത ഒന്നാണ്. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇയ്യാക്കും വൽ അഹ്മറൈൻ, മിമ്പറിൽ കയറി നിന്നിട്ടാണ് പറയുന്നത്, ഇയ്യാക്കും വൽ അഹ്മറൈൻ, നിങ്ങൾ സൂക്ഷിക്കണം, വൽ അഹ്മറൈൻ, രണ്ട് ചുവന്ന വസ്തുക്കളെ സൂക്ഷിക്കണം. രണ്ട് ചുവന്ന വസ്തുക്കളെ സൂക്ഷിക്കണം. ചുവന്നത് എന്ന് പറയുന്നത് ഒന്ന് ഇതാണ്. ഒന്ന് മഹാനവറുകൾ പറഞ്ഞു അല്ലഹം, റെഡ് മീറ്റ് ആണ്. ശരിക്കു പറഞ്ഞാൽ അത് ഒരു പരിധിവരെ ഇന്ന് സമുദായം അനുഭവിക്കുന്ന രോഗാതുരഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. നമുക്ക് ആർക്കും ഭക്ഷണം ഇറങ്ങിപ്പോകാൻ ഒന്ന് തൊടാതെ പറ്റാതെ പോകുന്ന അതാണ് മാംസഭക്ഷണത്തിലെ റെഡ് മീറ്റ്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങളത് സൂക്ഷിക്കണം. പിന്നെ അന്നബീദ്, മുന്തിരിയും അത് രണ്ടും അതിന്റെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് എന്തും അമിതമാകുന്നതിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹുമാ മുഫ്സിദത്തുൽ ലിദ്ദീനി മുത്ലിഫത്തുൽ ലിൽ മാൽ, രണ്ടും അമിതമാകുമ്പോൾ ഒരുതരം ലഹരിയാണ്. ലഹരി, നബീദിന് ലഹരിയായ മുന്തിരിക്കള്ള് എന്നർത്ഥമുണ്ട്. ചുവന്ന വൈൻ,
ഖംറിനും അങ്ങനെ തന്നെയാണ്. ഖംറും വൈനാണ്. ഖംർ എന്ന് പറയുന്നത് കേവലം മദ്യം എന്നതിലേക്ക് ചുരുക്കുമ്പോഴും അതിന്റെ ഒന്നാമത്തെ ഭാവം ഖംർ എന്ന് പറയുന്നതിന് കൊടുക്കേണ്ടത് അറബിയിൽ അത് മുന്തിരിക്കള്ളാണ്. മുന്തിരി വൈൻ. ആ വൈൻ ഉപയോഗിക്കപ്പെടുന്നിടത്തുണ്ടാകുന്ന അപകടങ്ങൾ ഒരു സമൂഹം അനുഭവിക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ നിന്നേ തുടങ്ങുകയാണ്. ഖംർ എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നമൽ ഖംറു വൽ മൈസിർ. രണ്ട് പ്രധാനപ്പെട്ട ദോഷങ്ങൾ, സമൂഹത്തെ കൊന്നു തിന്നുന്ന രണ്ട് പ്രധാനപ്പെട്ട ദോഷങ്ങൾ. ഒന്ന് മദ്യം, മറ്റൊന്ന് ചൂതാട്ടം. എന്താണോ എന്ന് ആധുനിക മനുഷ്യന്റെയും പ്രശ്നങ്ങളിൽ ഒന്ന് അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഭിസംബോധന ചെയ്യുന്നു. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ അവ രണ്ടിനെയും കുറിച്ച് പറയുന്നത്. ഇവിടെ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇവ രണ്ടും വലിയ നാശമാണെന്ന് മാത്രമല്ല ഫഇന്നഹുമാ മുഫ്സിദത്തുൽ ലിദ്ദീൻ, അത് ചിലപ്പോഴൊക്കെ മതത്തെ തന്നെ നശിപ്പിക്കും. എന്താണ് മതത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? നമ്മളിങ്ങനെ തിന്നുമ്പോ അത് കൂടുന്തോറും ഇബാദത്തിലും മനുഷ്യന്റെ അത്തരം ഓർമ്മകളിലും വലിയ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഭക്ഷണ മര്യാദകളിൽ അതിപ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ പറയുന്നു, നിയ്യത്ത് എന്നത് പ്രധാനമാണ്. എന്താ നിയ്യത്ത്? അയാൾ കരുതേണ്ടത് അൻ യതഖവ്വാ ബിഹി, ഇതുകൊണ്ട് ഈ ഭക്ഷണം കൊണ്ട് പ്രധാനമായി വേണ്ടത് അൻ യൻവിയ ബിഅഖ്ലിഹി അൻ യതഖവ്വാ ബിഹി അലാ ത്വാഅത്തില്ലാ എന്നാണ്. അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഒരു കരുത്ത് മാത്രമാണ് ഭക്ഷണത്തിലൂടെ കിട്ടേണ്ടത്. അങ്ങനെയല്ല, ഇബാദത്ത് ചെയ്യുന്നതിലുള്ള മുഴുവൻ തളർച്ചയും ലഭ്യമാവുകയാണ് ഭക്ഷണത്തിലൂടെ കിട്ടുന്നത് എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതായത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഉണ്ടായിത്തീരേണ്ട അതിപ്രധാനപ്പെട്ട ഒരു നിയ്യത്താണ് അൻ യൻവിയ ബിഅഖ്ലിഹി അൻ യതഖവ്വാ ബിഹി അലാ ത്വാഅത്തില്ലാ. ത്വാഅത്തുല്ലാഹി, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിന് ആവശ്യമാകുന്ന ഭക്ഷണം. അപ്പോ അതിന് ആവശ്യമാകുന്ന ഒരു കരുത്ത് പകരുന്ന ഭക്ഷണം എന്നാണ് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഭക്ഷണ മര്യാദയെ കുറിച്ച് പറയുമ്പോൾ, ഭക്ഷണ മര്യാദകളുടെ ഒരു വിഷയം തന്നെ മഹാനവർകൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ അതിപ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതായത് ഭക്ഷണം കഴിക്കുമ്പോഴും മനസ്സിലുണ്ടായി തീരേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്. ഇവിടെ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നിങ്ങൾ ഈ രണ്ടെണ്ണത്തിനെയും സൂക്ഷിക്കണം. എന്തുകൊണ്ട് സൂക്ഷിക്കണം? ഒന്ന്, അത് നശിപ്പിക്കുന്നത് മതത്തെയും, അതായത് മതവിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തെയും, മറ്റൊന്ന് സമ്പത്തിനെയും നശിപ്പിക്കുന്നു. ഇന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കിനെ നമ്മൾ മറ്റൊരർത്ഥത്തിലേക്ക് എടുത്താൽ ധാരാളമായി മാംസഭക്ഷണം കഴിക്കുന്നവരായി നമ്മൾ മാറുന്നു. ധാരാളം മാംസഭക്ഷണം കൊണ്ടുണ്ടാകുന്നത് നമ്മുടെ വയറിന് പോലും ഉണ്ടാകുന്ന വലിയ അർബുദ രോഗങ്ങളിലൂടെ വലിയ ഭീകരമായ അർത്ഥത്തിൽ സമുദായത്തിന്റെ സമ്പത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരുന്നത് ഹോസ്പിറ്റലുകളിലായി മാറുന്നു. മുത്ലിഫത്തുൽ മാൽ എന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല ഉമർ അല്ലാഹു പറയുന്നു, അത് സമ്പത്തിനെ നശിപ്പിക്കും. അതാണ് ഞാൻ പറഞ്ഞു വച്ചത് ആദ്യം. ഈ വിഷയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഈ പരിശുദ്ധമായ പ്രയോഗം പ്രധാനമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അതിനർത്ഥം ഇനി മാംസം കഴിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. മാംസം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം. എല്ലാത്തിൽ നിന്നും വിരഹമാകുമ്പോ എല്ലാത്തിൽ നിന്നും വിരക്തി ഉണ്ടാകുന്നതും ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരാൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതേ ചോദ്യം ചോദിക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു വച്ചത്, അള്ളാഹു എല്ലാം ഹറാമാക്കിയിട്ടില്ല, എല്ലാം ഹറാമാക്കുന്നുമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഖുൽ മൻ ഹറമ യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹർരിമു ത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. മറ്റൊരു സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്ത് അവതരിപ്പിക്കുന്നതിന്റെയും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പറഞ്ഞു, നബിയെ, ഞാൻ മാംസഭക്ഷണം കഴിക്കുമ്പോൾ ചില ദോഷങ്ങൾ ഉണ്ടാകുന്നു, വൈകാരികമായ ഉത്തേജനം കൂടുന്നു, അതുകൊണ്ട് ഞാൻ മാംസഭക്ഷണം ഒഴിവാക്കട്ടെ. ഒഴിവാക്കാനും പാടില്ല. മാംസഭക്ഷണം ഒരാൾ 40 ദിവസത്തിന് അപ്പുറത്തേക്ക് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വാഭാവികമായും അയാളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതേസമയം അത് അങ്ങനെ അടുപ്പിച്ചു തിന്നാലും അതുപോലെ തന്നെ അയാളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് മഹാന്മാരായ ഉലമാക്കൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഒരാൾ മാംസഭക്ഷണം തന്നെ കഴിച്ചാൽ അത് അയാളുടെ സ്വഭാവത്തെയും സ്വാധീനിക്കും. മാംസഭക്ഷണം തീരെ കഴിക്കാതെ പോയാൽ അതുകൊണ്ടും അയാളുടെ സ്വഭാവത്തെ അത് സ്വാധീനിക്കും. തീരെ കഴിക്കാതിരിക്കുക എന്നതും ഉത്തമമായിട്ടല്ല ഇസ്ലാം കാണുന്നത്. ലോകത്ത് ഒരു സംസ്കാരവും അങ്ങനെ കാണുന്നില്ല. അതാണ് മിതാഹാരം എന്നതാണ് പ്രധാനം.
ഒരാൾക്ക് മിതാഹാരം, മിതവ്യായാമം, മിതമായ അത്തരം ശീലങ്ങൾ അതെല്ലാം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ആയുസ്സെത്തുന്ന ജീവിതം ഉണ്ടാകും എന്നാണ്. അത് പ്രധാനമാണ്. അപ്പൊ ആ മിതാഹാരത്തിന്റെ ഭാഗമായി ഇതെല്ലാം അനുവദനീയമാണ്. അതുകൊണ്ടാണ് ആ സ്വഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ മാംസഭക്ഷണം കഴിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും മാംസാഹാരത്തെ പൂർണ്ണാർത്ഥത്തിൽ മാറ്റിവെക്കണം എന്ന തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോഴാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹർരിമൂ ത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും. നിങ്ങൾക്ക് അല്ലാഹു ഹലാലാക്കിയ ത്വയ്യിബാത്തുകൾ നിങ്ങൾ ഒഴിവാക്കരുത്. സമ്പുഷ്ടാഹാരങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണെന്ന് മാത്രമല്ല, അത് ഏറ്റവും ശുദ്ധമായിരിക്കും. 300 കൊല്ലം ഉറങ്ങി ഗുഹയിൽ ഇങ്ങനെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു നല്ല ഗാഠനിദ്രതയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ, വിശന്നൊരവസ്ഥയിലാണ് ഒരാൾ എണീക്കുക. അങ്ങനെ എണീക്കുമ്പോൾ എന്ത് കിട്ടിയാലും തിന്നും. പക്ഷെ 300 കൊല്ലത്തെ ഉറക്കത്തിന് ശേഷം എഴുന്നേൽക്കുന്ന അസ്ഹാബുൽ കഹ്ഫ്, അവർ ഒരാളെ പറഞ്ഞു വിടുമ്പോ അവർ ആ ആളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, നല്ല ഭക്ഷണം കിട്ടുമെന്ന് നോക്കാൻ, വല്ലാതെ ചീഞ്ഞതോ പുളിച്ചതോ ആയ ഭക്ഷണം കഴിക്കരുന്നു. ഭക്ഷണം നോക്കുമ്പോ ഫ്രഷ് ആയിരിക്കണം, നന്നായിരിക്കണം. അസ്ക വളരെ ശുദ്ധമായിരിക്കണം. ആരോടാ പറയുന്നത്? അങ്ങനെ അന്വേഷിച്ചു പോകാൻ നിൽക്കുന്ന ആളോട് പറയാണ്, നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ ഓതുന്നതാണ്, നല്ല ഭക്ഷണം നോക്കി പിടിക്കണം. എന്നാൽ അത് തെരഞ്ഞു പിടിക്കാനുള്ള ആ ഒരു ശ്രമത്തിനിടയിൽ വല്ലാതെ അതിനുവേണ്ടി തിടുക്കം കൂട്ടുമ്പോ നല്ലത് കിട്ടാതെ പോകരുത്. അതുകൊണ്ട് വലിയ കുറച്ചുകൂടി ധൃതി പിടിക്കാത്ത രീതിയിൽ നീ ആ കാര്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരാൾ പോകട്ടെ എന്നാണ് ആ എല്ലാവരും കൂടി ഒരാളെ വിടാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആ തീരുമാനത്തിനിടയിൽ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ ഇവിടെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഇത് അമിതമാകുന്ന ഒരവസ്ഥയല്ലാത്ത രീതിയിൽ ഇത് ചെയ്യുമ്പോഴോ അത് ത്വയ്യിബാത്തുകളിൽ പ്രധാനപ്പെട്ടതൊക്കെ ചെയ്യണം. കാരണം അതിലൊക്കെ പ്രധാനമായത് ഹറാമായത് ഭക്ഷിക്കാതിരിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി. ഏത് ഭക്ഷണവും, ലഹ്മ് മാംസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാംസം, എങ്ങനെ ഭക്ഷണം കഴിച്ചുണ്ടാകുന്നത്, അത് ഹറാമിൽ നിന്നാണ് ഒരാൾക്ക് ഉണ്ടാകുന്നത് എങ്കിൽ അത് അയാൾക്ക് ഫന്നാറു ഔലാ ബിഹി, അതുകൊണ്ട് അയാൾക്ക് നരകം എന്നത് ബന്ധിതമായി കഴിഞ്ഞു എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് ഹറാമ് കൊടുത്താൽ അസ്റഫുൽ ഖൽഖ് തന്നെ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹറാമ് തന്നെ തിന്നുന്നു, പക്ഷെ എന്നിട്ടോ പടച്ചവനെ നീ ഞങ്ങളെ കേൾക്കില്ലേ എന്ന് ദുആ ചെയ്യുന്നു. ആ ദുആക്ക് എന്ത് ഫലം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അത് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ അത് മുഴുവൻ ഹറാമാണ്. പക്ഷെ ആ ഹറാമ് വയറ്റിലുള്ളപ്പോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹറാമ് നിൽക്കുമ്പോൾ നമ്മുടെ ചോദ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കേൾക്കുന്നില്ല എന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഭക്ഷണത്തിന്റെ മാത്രം ഒരു വിഷയമായിട്ടല്ല ഹലാൽ എന്നതിനെ കാണേണ്ടത്, ജീവിതമാകെ ഹലാലാകണം, സമ്പത്ത് ഹലാലാകണം. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങൾ സ്വയം ജോലിയെടുത്തുണ്ടാക്കിയതിൽ നിന്ന് നല്ലതിനെ നിങ്ങൾ ചെലവാക്കണം. ചെലവഴിക്കുമ്പോഴും അങ്ങനെ വേണം. എന്നിട്ടാണ് ഖുർആന്റെ മറ്റൊരു വർത്തമാനം, വമിമ്മാ അഖ്റജ്നാകും മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ചെലവാക്കാം. എന്നാൽ വലാ തയമ്മുൽ ഖബീസ മിൻഹു തുൻഫിഖൂന വലസ്തും ബിആഖിരിഹി ഇല്ലാ അൻ തുഗ്മിദു ഫീഹി വലസ്തും ബിആഖിരി വലാ തയമ്മുൽ ഖബീസ്, മോശമായതിനെ നിങ്ങൾ ഒരിക്കലും കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കരുത്. എന്താ മോശമായതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ രസകരമായ ഒരു ഉപമ? അള്ളാഹു പറയുന്നു, നിങ്ങൾ തന്നെയും മറ്റൊരാളുടെ അടുക്കൽ നിന്ന് അത് വാങ്ങുമ്പോൾ കണ്ണ് തുറന്നു വാങ്ങാൻ പോലും പറ്റാത്തത്ര മോശമായൊരു വസ്തുവാണെങ്കിൽ അത് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കരുത്. അപ്പൊ കൊടുക്കുന്നോടത്തും എടുക്കുന്നോടത്തും എല്ലാം വളരെ ശുദ്ധമായതും ഹലാലായതും മാത്രം എടുക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഒരു കാര്യം, ഭക്ഷണത്തിന്റെ കാര്യത്തിലാകുമ്പോൾ, പ്രത്യേകിച്ച് മാംസഭക്ഷണത്തിന്റെ കാര്യത്തിലാകുമ്പോൾ, ഹുർരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ, പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ അല്ലാഹു ഹറാമാക്കി. ഹുർരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു, ശവം ഹറാമാക്കപ്പെട്ടു, വദ്ദമു രക്തം ഹറാമാക്കപ്പെട്ടു, വലഹ്മുൽ ഖിൻസീർ പന്നി മാംസം ഹറാമാക്കപ്പെട്ടു, വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി,
അള്ളാഹുവിന്റെ നാമധേയത്തിലല്ലാതെ അറുക്കപ്പെട്ടതായ വസ്തുവും ഹറാമാക്കപ്പെട്ടു. വൽ മുൻഖനിഖത്തു വൽ മൗഖൂദത്തു വൽ മുതറദ്ദിയത്തു വൻ നതീഹ, അതുപോലെ ശ്വാസം മുട്ടി കൊല്ലപ്പെടുന്നത്, അതുപോലെ തന്നെ അടിച്ചു കൊല്ലപ്പെടുന്നത്, അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് കഴുത്തു കുത്തി മറിച്ചിട്ട് കൊല്ലപ്പെടുന്നത്, വൻ നതീഹത്തു കുത്തി കൊല്ലപ്പെടുന്നത്, അതെല്ലാം ഹറാമാണ്. വമാ അക്കല സബഉ, അതുപോലെ വന്യമൃഗങ്ങൾ തിന്നത്, ഇല്ലാമാ ദക്കൈതും വമാ ദബുഹാനിസ് വമാ ദുബിഹ അലന്നുസ് വമാ അക്കല സബഉ, വന്യമൃഗങ്ങൾ തിന്നത്. വന്യമൃഗങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രത്യേകം പരിശീലിപ്പിച്ചു കൊണ്ടുപോയതിനെ കുറിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ ഹദീസുകളിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വന്യമൃഗങ്ങളിൽ നിന്ന് ചിലതിനെ പരിശീലിപ്പിക്കാം. നായയെ പരിശീലിപ്പിക്കാം. അങ്ങനെ ആ നായ പോയി ഒരു വസ്തുവിനെ വേട്ടയാടി കൊണ്ടുവരാം. വേട്ടയാടുന്നത് എടുത്ത് ഇന്നത്തെ നിയമങ്ങളൊക്കെ പ്രധാനമായിട്ടോ, വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ നിയമമുണ്ട്. ആ നിയമത്തെ ഒന്നും നമ്മൾ അവഗണിക്കാനും പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഖുർആന്റെ പ്രയോഗം, ഇസ്ലാമിക പ്രയോഗപ്രകാരം അങ്ങനെ ചെയ്യാം. എന്നാലോ അങ്ങനെ കൊണ്ടുവരുന്ന പരിശീലനം സിദ്ധിക്കപ്പെട്ടത്, ഒരിക്കലും പരിശീലനം സിദ്ധിക്കപ്പെടാത്ത ഒന്ന് പിടിച്ചുകൊണ്ടുവരുന്നത് ഹലാലേ അല്ല. പരിശീലനം കൊടുക്കപ്പെട്ടത്, അങ്ങനെ കൊടുക്കപ്പെട്ട ഒന്ന് കൊണ്ടുവന്നാൽ അതിനെ കിട്ടപ്പെടുമ്പോ തന്നെ അതിനെ അറുത്താൽ ആ അറുക്കപ്പെട്ട മാംസം അത് ഹലാലാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ. എന്നാൽ വിഗ്രഹങ്ങൾക്ക് പൂജയായി അർപ്പിക്കപ്പെട്ടത് ഹറാമാണ് എന്ന് ഖുർആൻ പറയുന്നു. ഇതാണ് ഈ മാംസഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. അറുക്കുന്നതും ശരിയാകണം, അറവ് ശരിയാകണം. എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ച് അർത്ഥതല്ലേ ഇപ്പോ മിഷൻ കൊണ്ട് ഇങ്ങനെ അറുത്ത് അങ്ങോട്ട് വിടുന്ന ആളുകൾ, അതല്ല. ശരിക്കും ഒരു മുസ്ലിമായ മനുഷ്യൻ പിന്നെ അന്നനാളം പൂർണ്ണമായി അറുത്ത് ഈ രണ്ട് ഞരമ്പുകളെയും കൂടി അറുത്തു പോകുന്ന ശൈലിയിൽ അറുക്കലാണ് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ അറുക്കപ്പെടുന്നതേ ഹലാലാകുന്നു, അല്ലാത്തത് ഹലാലാകുന്നില്ല. മാംസഭക്ഷണം കഴിക്കാനുള്ള വ്യഗ്രതയിൽ കിട്ടിയതൊക്കെ തിന്നുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മളും പോകാൻ പാടില്ല. ഞാൻ പറയുന്നത് മറ്റൊരു വിവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ആ വിവാദത്തെ അതിനെ പൂർണ്ണമായും ശരി തെറ്റുകളിലേക്ക് നമുക്ക് പോകേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ഒരു സമൂഹത്തിന് അവരവരുടെ വിശ്വാസത്തിന്റെ പ്രത്യേകമായ ഒരു ആവശ്യം എന്ന നിലയിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ അവർ തീരുമാനമെടുക്കുന്നുവെങ്കിൽ അവർ തീരുമാനമെടുക്കട്ടെ. പക്ഷേ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാംസഭക്ഷണത്തിൽ ഇത് പ്രധാനമാണ്. അതേസമയം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം മാത്രം അറുത്തു എന്നതിലേക്ക് മാത്രം ചുരുക്കുന്നുമില്ല. മറിച്ചോ അഹ്ലുൽ കിതാബ് അഥവാ ഇസ്ലാമികമായ ചില നിബന്ധനകളെ വിധേയമാക്കി പഠിച്ചാൽ, കർമ്മശാസ്ത്രം പറയുന്ന പ്രകാരം ഇസ്രായേൽ സന്തതികളിൽ നിന്ന് കൃത്യമായി ഏകദൈവ വിശ്വാസത്തെ നിലനിർത്തിയിട്ടുള്ള ആ രീതിയിൽ വന്ന ബനു ഇസ്രായേൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അങ്ങനെ വേദം ലഭ്യമാക്കപ്പെട്ടവരുടെ അനന്തരാവകാശികളായ ആളുകൾ അറുത്താൽ, ഇപ്പൊ ജൂതന്മാർ അറുത്താണ് തിന്ന, അങ്ങനെ അറുത്താൽ, അങ്ങനെ കിട്ടുന്ന അതിന്റെ കൃത്യമായ നിബന്ധനകൾ പാലിച്ച് തന്നെ ചെയ്താൽ അത് ഹലാലായി മാറുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ജാതീയതയുടെ ഒന്നും പ്രശ്നം വരുന്നില്ല. പക്ഷെ ഇത് കൃത്യമായി അങ്ങനെ അറുക്കണം, അതൊരു മുസ്ലിം അറുക്കണമെന്നാണ് അറിവിന്റെ നിബന്ധനയായി വെക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഹ്ലുൽ കിതാബ് അറുക്കണം. പക്ഷെ അഹ്ലുൽ കിതാബ് അതിന് നിബന്ധനകൾ പൂർണ്ണമായി പാലിച്ച ഒരാളായി മാറുകയും വേണം. അല്ലാതെ ആർക്കാ വേദം കിട്ടിയതെന്ന തർക്കം ഇപ്പോ നമ്മുടെ മുമ്പിലൊക്കെ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് പറയാം. കാരണം ഇന്ന് നമ്മുടെ മുമ്പിൽ വേദങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ അങ്ങനെ വികലമാക്കപ്പെടാത്തതായ വേദങ്ങൾ ഇല്ലെന്നതോടൊപ്പം തന്നെ വികലമാക്കപ്പെട്ട വേദങ്ങളും സത്യത്തിൽ ഇല്ല എന്നുകൂടി നമ്മൾ അറിയണം. കാരണം ഇപ്പൊ ബൈബിൾ എന്ന് പറഞ്ഞാൽ ബൈബിൾ ദൈവികമായ ഒരു വാക്കായി നമുക്ക് അതിൽ ഒന്നും വായിച്ചെടുക്കാനേ കഴിയില്ല. കാരണം അത് ഒരു പ്രത്യേക ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ശിഷ്യൻ, ആ ശിഷ്യൻ മാത്രം എഴുതിയതായി അത് മാറും. അപ്പൊ അങ്ങനെയല്ലാത്ത ഒരു വേദം എവിടെ നിൽക്കുന്നു എന്നൊക്കെയും കൂടി ഇത് സംബന്ധിച്ച് ആലോചിക്കേണ്ടതുണ്ട്. പക്ഷെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറ്റൂ എന്നുകൂടി നമുക്കറിയേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കാര്യങ്ങളെ കൃത്യമായി പഠിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, എപ്പോഴും ശ്രദ്ധയോടുകൂടെ ഭക്ഷണം വളരെ വലിയ അളവിൽ കഴിക്കാതിരിക്കുന്നതോടൊപ്പം തന്നെ ഹലാൽ ഹറാമുകളെ കൃത്യമായി പേടിച്ച് തന്നെയാകണം ഭക്ഷണ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു അതിന് തൗഫീഖ് തരുമാറാകട്ടെ. എല്ലായിടത്തും യാത്ര ചെയ്യുമ്പോൾ കിട്ടിയതൊക്കെ തിന്നുന്ന ഒരു സ്വഭാവത്തിൽ നിന്നൊക്കെ
ഭക്ഷണ വിഷയത്തിൽ നമുക്ക് കൂടുതൽ സൂക്ഷ്മത പാലിക്കാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങളെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഇന്നത്തെ വിഷയം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് ഹലാൽ എന്ന് പറഞ്ഞാൽ അർത്ഥ ഭക്ഷണം എന്ന് മാത്രമാണെന്നാണ്. അല്ല, നിബന്ധനകളൊത്ത അർത്ഥ ഭക്ഷണം ഹലാലാകുന്നു എന്നേ ഉള്ളൂ. ഹലാൽ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ജീവിതത്തിൽ നമ്മൾ ജീവിക്കേണ്ട ജീവിത വഴികളിൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഹലാലും ഹറാമും, ഹറാമ് ചെയ്യാതിരിക്കുക എന്നതാണ് പ്രധാനം. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, കലണ്ടറുകൾ ഈ വർഷം SKSF-ന്റെ കലണ്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആവശ്യക്കാർ സംഭാവന നൽകി സ്വീകരിക്കണം. കുട്ടികൾ അത് വിതരണം ചെയ്യുമെന്ന് പ്രത്യേകം ഉണർത്തുന്നു.